ഇപ്പോഴും കേരള കോൺഗ്രസിന്റെ പേര് ജനങ്ങളിടയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരു നേതാവിന്റെ കഴിവ് തന്നെയാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം, അതായിരുന്നു കെ എം മാണി. ജോസ് കെ മാണിക്ക് മുമ്പിട്ട് കെ എം മാണി ഭരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരു നിയമസഭ തല്ലിപ്പൊളിക്കുന്ന ഇടയിലേക്ക് വന്നിട്ട് ബഡ്ജറ്റ് വായിക്കുന്ന അവസ്ഥയിലാണ് കെ എം മാണി പോയത്. കെ എം മാണിയുടെ മകനെ ഏത് പാർട്ടിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു അസറ്റ് തന്നെയായിരിക്കും. സ്വന്തം നാട് മറ്റുള്ള എല്ലാത്തിനേക്കാളും മികച്ചതായിരിക്കണം എന്ന് പറയുന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. നമ്മുടെ നാട്ടിൽ മറ്റ് ഏത് നേതാക്കന്മാരുണ്ട് ഇത്രത്തോളം ദീർഘവീക്ഷണമാണ്? കെ എം മാണി ആ നാടിനെ എങ്ങനെയാണോ നോക്കിയത്, അതേപോലെ തന്നെ ജോസ് കെ മാണി ആ നാടിനെ നോക്കുമെന്നുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. ഒരിക്കലും അവരെ കോൺഗ്രസ് വിട്ടുകളയരുതായിരുന്നു. തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് പിന്നാലെ നടത്തിക്കുന്ന രീതിയാണ് മാണി കോൺഗ്രസിൻ്റെത്. എന്നാൽ ഇപ്പോഴും പല വലതുപക്ഷ പാർട്ടിയും അതുപോലെയുള്ള പല മാധ്യമങ്ങളും ഇവർക്കെതിരെ ഇപ്പോഴും ഇല്ലാ കഥകൾ മെനയുന്നുണ്ട്. CPM-ൽ നിന്നും മാണി കോൺഗ്രസ് വിട്ട് തിരിച്ചു പോരുകയാണ്, അതുപോലെ തന്നെ CPM-ൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? നമുക്കത് ഒരിക്കലും തള്ളിക്കളയാനൊന്നും കഴിയില്ല അങ്ങനെയുള്ള വാർത്തകളെ. കാരണം കഴിഞ്ഞ 2 ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് മാണി കോൺഗ്രസുമായി ബന്ധപ്പെട്ടും ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മാണി കോൺഗ്രസ് തന്നെയാണ് അത് പറയേണ്ടത്. അവർ ഇതുവരെ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് മാണി കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഇതിനടുത്തേക്ക് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം, അത് ജോസ് കെ മാണിക്ക് മുമ്പിട്ട് കെ എം മാണി ഭരിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു കേരളത്തിൽ. അതായത് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയും കെ എം മാണിയും കുഞ്ഞാലിക്കുട്ടിയും കൂടെ കേരളം ഭരിച്ചിരുന്ന ഒരു നാടായിരുന്നു. കാരണം ആ ഒരു ഫോക്കസിലായിരുന്നു കേരളം മൊത്തത്തിൽ പോയിട്ടുള്ളത്. നമുക്കറിയാം കെ എം മാണിയുടെ അവസാന കാലത്ത് എങ്ങനെയായിരുന്നു നിയമസഭ തല്ലിപ്പൊളിച്ച് ആ ഒരു നിയമസഭ തല്ലിപ്പൊളിക്കുന്ന ഇടയിലേക്ക് വന്നിട്ട് ബഡ്ജറ്റ് വായിക്കേണ്ട ഒരു അവസ്ഥയിലാണ് കെ എം മാണി പോയത്. കാരണം ബാർക്കോഴിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കെ എം മാണി എന്ന് പറയുന്നൊരു നേതാവ്, ആ നേതാവ് എങ്ങനെയാണ് ആ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം, ഒരു നാടിനെ എങ്ങനെ ദീർഘവീക്ഷണത്തോടെ കൊണ്ടുപോകണം, അതായിരുന്നു കെ എം മാണി. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് കെ എം മാണി എന്ന് പറയുന്ന ഒരു അസറ്റായിരുന്നു. എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ കോട്ടയത്തുള്ള ഏത് ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് കെ എം മാണിയെ പോലൊരു നേതാവ് പിന്നീട് വന്നിട്ടില്ല. പക്ഷേ കെ എം മാണി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് വന്ന ഒരാളാണ് ജോസ് കെ മാണി. കെ എം മാണിയുടെ മകനാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ഉമായിട്ട് കുറേ വിഷയങ്ങളുണ്ടായി. സീറ്റ് തർക്കങ്ങൾ അവസാനം ചൊല്ലിപ്പിരിഞ്ഞ് CPM-ലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരിക്കലും അവരെ കോൺഗ്രസ് വിട്ടുകളയരുതായിരുന്നു. ഇത് മാണി വിഭാഗത്തിന്, അതായത് ജോസ് കെ മാണിയെ പോലെ കെ എം മാണിയുടെ ഒരു മകനെ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, കെ എം മാണി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരാളെ തള്ളിക്കളയരുതായിരുന്നു, അല്ലെങ്കിൽ പുറത്താക്കരുതായിരുന്നു. എന്തെങ്കിലും നെഗോസിയേഷൻ ചെയ്ത് പാർട്ടിയിൽ പിടിച്ചു നിർത്തേണ്ടതായിരുന്നു. കാരണം അത്രത്തോളം അസറ്റുള്ള ഒരാളാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല, അതിനു മുമ്പിട്ട് തന്നെ കെ എം മാണിയുടെ പേരുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കെ എം മാണി UDF-ലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ LDF-ൽ തന്നെ തുടരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എം മാണി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കഴിവ് തന്നെയാണ്. ഇപ്പോഴും കേരള കോൺഗ്രസിൻ്റെ പേര് ജനങ്ങളിടയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കേൾക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ജോസ് കെ മാണി തന്നെയാണ്. അദ്ദേഹം നാട്ടിൽ, അതായത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം ഒരു MP ആയിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ദീർഘവീക്ഷണമുള്ളതാണ്. അത് തന്നെയാണ് ആ നേതാവിനെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ UDF വിട്ട് കളയരുതായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അവരെ വിട്ട് കളയരുതായിരുന്നു എന്നുള്ള ചേട്ടൻ പറഞ്ഞല്ലോ. ഇനി അവര് വീണ്ടും തിരിച്ചു വിളിക്കാനുള്ള ഒരു മുന്നോടിയായിട്ടായിരിക്കുമോ CPM-ൽ തർക്കങ്ങളുണ്ട്, ഇവർ പോരും എന്നുള്ളൊരു മുൻകൂറായിട്ട് മുൻപ് പറഞ്ഞു വെക്കുന്നത്? എന്താണെങ്കിലും കെ എം മാണിയുടെ മകനെ ഏത് പാർട്ടിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു അസറ്റ് തന്നെയായിരിക്കും. കാരണം അത്രത്തോളം കഴിവുള്ള ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം MP ആയിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റുണ്ട്. ആ പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ബാക്കി ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള അത്രത്തോളം പ്രൊജക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ്. സയൻസ് പാർക്ക് എന്നതിനപ്പുറത്തേക്ക് സയൻസ് സിറ്റി, അതായത് അവിടുത്തെ നിയമനിർദ്ദേശം അനുസരിച്ച് ആദ്യമേ സയൻസ് പാർക്കും പിന്നീട് സയൻസ് സിറ്റിയിലേക്കുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ തിരക്കാണ്. ആ സമയത്താണ് വിദ്യാഭ്യാസത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സ്വന്തം നാട്ടിലൊരു സയൻസ് സിറ്റി. അദ്ദേഹം കൊൽക്കത്തയിലെ സയൻസ് സിറ്റി ആ സിറ്റി കണ്ടപ്പോൾ അതേപോലെ ഒരു കാര്യം നമ്മുടെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വേണം, അല്ലെങ്കിൽ സ്വന്തം മണ്ഡലത്തിൽ വേണമെന്നൊരു ആശയം, അതൊരു നേതാവിൻ്റെ ഏറ്റവും വലിയ കഴിവാണ്. എവിടെയെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അത് എൻ്റെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ കാര്യം എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കും പ്രയോജനപ്പെടും എന്നുള്ള ഒരു ദീർഘവീക്ഷണം, അത് ഏതൊരു നേതാവിൻ്റെയും ഒരു
വലിയൊരു ഗുണമാണ്. ആ ഒരു ഗുണം കൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ സയൻസ് സിറ്റി വരാൻ പോകുന്നത്. അതിൻ്റെ ആദ്യ പടിയായിട്ട് സയൻസ് പാർക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രത്തോളം ദീർഘവീക്ഷണത്തോടെ നമ്മുടെ നാട്ടിൽ ഏത് നേതാവാണുള്ളത് ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കാണുന്നത്? ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള സയൻസ് സെന്റർ അല്ലെങ്കിൽ സയൻസ് പാർക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് വീണ്ടും അടുത്ത സയൻസ് സിറ്റിയുടെ പുതിയൊരു അപ്ഡേഷനിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളാണ് പോയത്. അപ്പൊ ആ സയൻസ് സിറ്റിയുമായി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ, അതുപോലെയുള്ള സയൻസ് ഗാലറി, സയൻസ് സെന്റർ, അതുപോലെ സയൻസ് പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അവരുടെ കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കേന്ദ്രത്തിൽ നിന്ന് അപ്രൂവലും വാങ്ങിച്ച് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലേക്ക് പോവാം. നമ്മുടെ നാട്ടിൽ മറ്റേത് നേതാക്കന്മാരുണ്ട് ഇത്രത്തോളം ദീർഘവീക്ഷണമായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഇതിപ്പോ നമ്മുടെ നാട്ടിൽ നിന്നും ഈ ഒരു കൽക്കട്ടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള പുറം സ്ഥലങ്ങളിൽ പോയിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കാതെയുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വരുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. അതെ, നമ്മുടെ നേതാക്കന്മാരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു സാധാരണപ്പെട്ട ഒരു ഗ്രാമമാണ്, അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് അത്രത്തോളം ഡെവലപ്മെന്റ് ആയിട്ടില്ല, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ സ്ഥലങ്ങളിലേക്ക്, ഇപ്പം കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് അങ്ങനെ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രദേശങ്ങൾ മാത്രമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഏത് പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അത്രത്തോളം ഡെവലപ്മെന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വരുന്നുണ്ട്, ഓരോ സ്ഥലങ്ങളും ഡെവലപ്പായി വരുന്നുണ്ട്. പക്ഷേ സ്വന്തം നാട്ടിൽ എല്ലാ കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ സ്വന്തം നാട് മറ്റുള്ള എല്ലാത്തിനേക്കാളും മികച്ചതായിരിക്കണം എന്ന് പറയുന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനങ്ങൾ കൊണ്ടുവരുന്നവരെയാണ് ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നതും അതുപോലെ സ്വീകരിക്കുന്നതും എന്നുള്ളതാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി ഇപ്പോഴും വളരെ അസറ്റായിട്ട് നിൽക്കുന്നത്. ഏതൊരു പാർട്ടിയിൽ പോയി കഴിഞ്ഞാലും ആ പാർട്ടിയിൽ തങ്ങൾക്ക് വേണമെന്ന് ആ പാർട്ടിക്കാർ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ പിടിച്ചു നിർത്തണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. ഇപ്പം ജോസ് കെ മാണിയെ പോലെ ഒരു നേതാവിനെ CPM എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം CPM അത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. CPM എല്ലായിടത്തും വേരുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ജോസ് കെ മാണിയെ പോലെ ഒരു നേതാവിനെ അവർ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുത്ത് കൃത്യമായിട്ടുള്ള സീറ്റുകൾ കൊടുത്ത് അവരെ പിടിച്ചു നിർത്തിയത്? ആ അസറ്റ് CPM മനസ്സിലായി. CPM കൃത്യമായിട്ട് അറിയാം ഇദ്ദേഹത്തെ ഉപയോഗിച്ച് ആ നാട്ടിൽ ഒരുപാട് ജനങ്ങളുമായിട്ട് ജോസ് കെ മാണിക്ക് ബന്ധമുണ്ട്. കാരണം എന്താണ്? KM മാണിയുടെ മകനാണ്. KM മാണി ആ നാടിനെ എങ്ങനെയാണോ നോക്കിയത് അതേപോലെ തന്നെ ജോസ് കെ മാണി ആ നാടിനെ നോക്കുമെന്നുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. ഇപ്പം മക്കൾ ഉമ്മൻചാണ്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ചാണ്ടി ഉമ്മനാണ് ആ നാട് ഭരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് കൊടുത്തിട്ടുള്ള അതേ ഒരു സ്നേഹവും ട്രസ്റ്റും തന്നെയാണ് ചാണ്ടി ഉമ്മൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് KM മാണിയും. KM മാണിയും അത്രത്തോളം കേരളത്തിൽ അറിയപ്പെട്ട ഒരു നേതാവായിരുന്നു KM മാണി. അപ്പം KM മാണിയുടെ ഒരു മകനെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത് KM മാണിയുടെ മകനായിട്ട് തന്നെയായിരിക്കും. അതിന് ഏത് പാർട്ടിയിൽ പോയി കഴിഞ്ഞാലും ആ KM മാണിയുടെ മകനായിട്ടുള്ള ജോസ് കെ മാണി അവർ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ, പുറം ലോകത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ഇതിപ്പോൾ CPM ഒരു ഗുണമായിട്ട് മാറുമെന്നുള്ളതാണ്.